വെറും 6 മാസം കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ കേട്ട് ഒരു അംഗീകാരവും ലഭിക്കാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് വെറും ഒരു കടലാസ് കഷ്ണം മാത്രമായി പോകരുത്. PSC UGC അംഗീകാരത്തോടു കൂടി ഒരു കേന്ദ്ര ഗവൺമെന്റ് ഡിഗ്രിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഏറ്റവും ലളിതമായ പഠന രീതിയിലൂടെ പ്രായപരിധിയില്ലാതെ കേരളത്തിൽ എവിടെയിരുന്നും പരീക്ഷ എഴുതി BA, BCom, DBA, BSW എന്ന കോഴ്സുകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ. ജോയിൻ നൗ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെമിസ്റ്റർ വൈസ് അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അസൈൻമെന്റ് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെമിസ്റ്റർ വൈസ് അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ റിട്ടേൺ ചെയ്യേണ്ട സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാവരും അസൈൻമെന്റ്സ് ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അസൈൻമെന്റ്സിന്റെ ആൻസേഴ്സ് എഴുതി തുടങ്ങാം. അതുപോലെ തന്നെ ആൻസേഴ്സ് എഴുതിയതിന് ശേഷം PDF രൂപത്തിലാണ് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതായത് ഓൺലൈൻ സബ്മിഷൻ ആണ് വരുന്നത്. ഓഫ്ലൈൻ സബ്മിഷൻ നമുക്കിപ്പം എല്ലാവർക്കും ഓഫ്ലൈൻ സബ്മിഷൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഓൺലൈൻ സബ്മിഷൻ ആക്കിയിട്ടുള്ളതാണ്. പിന്നെ അതിൽ ഓൺലൈൻ സബ്മിഷനിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റുഡൻസ് മാത്രം അല്ലെങ്കിൽ ആ ആളുകൾ മാത്രം നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം. പക്ഷേ നമുക്കിപ്പോൾ നിലവിൽ ഓൺലൈൻ സബ്മിഷൻ തന്നെയാണ് കൂടുതലും വരാറുള്ളത്. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ഫേസിംഗ് ഷീറ്റ് വെക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഫേസിംഗ് ഷീറ്റ് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് ആരെങ്കിലും ചെക്ക് ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ 2 വീഡിയോസും ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫേസിംഗ് ഷീറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അസൈൻമെന്റ് എന്നുള്ള പോർഷൻ വരുന്നത്. അതിനുശേഷമാണ് നിങ്ങൾക്ക് ഇൻഡെക്സും അതിനുശേഷം ഈ ഒരു കണ്ടന്റുമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ വേണം നിങ്ങൾ അസൈൻമെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അസൈൻമെന്റ് PDF രൂപത്തിലേക്ക് ആക്കുമ്പോൾ 10 MB കൂടാത്ത രീതിയിൽ തന്നെ എല്ലാവരും PDF ആക്കുക. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ മാറ്റങ്ങളൊന്നും വരാൻ പാടില്ല. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ കറക്റ്റ് ചെയ്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാരണവശാലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കംപ്ലീറ്റ് സർവീസും ഇവിടുത്തെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല പുറത്തു നിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്